ഈ മഹിമയുടെ ഒരു സെക്കൻഡ് ഇന്നിങ്സ് ആണ് RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം. അതിനുശേഷം ജയ് ഗണേഷ് ഇപ്പോൾ ഹിറ്റാവാൻ പോകുന്ന ഒരു ചിത്രത്തിന്റെ ഭാഗമാകുന്നത്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? സിനിമയിലേക്ക് രഞ്ജിത്ത് സാറാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. അപ്പം RDX ഇപ്പൊ ഞാൻ ചെയ്ത ക്യാരക്ടർ ആണെങ്കിൽ ഭയങ്കര എന്താ പറയാ ക്യൂട്ടായ ബബ്ലിയായ അങ്ങനെ ഒരു ക്യാരക്ടറാണ് RDX ചെയ്തത്. അപ്പൊ അതിനുശേഷം ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്, കാരണം നമ്മൾ ഒരേ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുള്ളതാണ്. എനിക്കൊരു ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ഒരു വെറൈറ്റി വേണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് വന്ന പ്രോജക്ട്സിൽ എനിക്ക് ആദ്യം വന്നത് ജയഗ്നേഷിന്റെ സബ്ജക്റ്റ് ആയിരുന്നു സാർ പറഞ്ഞത്. അപ്പൊ ഈ ക്യാരക്ടർ ഞാൻ എങ്ങനെ ക്യാരി ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്നെ RDX ഒരു ക്യാരക്ടറിലാണല്ലോ കാണുന്നത്. നിധി എന്ന് പറയുന്ന ഞാൻ ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടർ അത്യാവശ്യം മെച്ചോർഡായ ജോലി ചെയ്യുന്ന ഒരു വർക്കിംഗ് വുമൺ ആണ്. സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും എല്ലാം ആ രീതിയിലാണ്. അപ്പം RDX മിനിയുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പം എനിക്കൊരു ഓഡിഷനൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ഓപ്പൺ ടു ഇറ്റ്. ഞാൻ ഓഡിഷൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഇത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം ഇപ്പം സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളുടെ ക്യാരക്ടറാണ്. അപ്പം ആള് ഈ ലിമിറ്റേഷൻസിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ എന്താ പറയാ, അവരൊക്കെ സൂപ്പർ ഹീറോസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഡബിൾ എഫേർട്ട് ഇട്ടിട്ട് വേണം അവരൊരു കാര്യം ചെയ്യണമെങ്കിൽ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ദർ ഓൾ സൂപ്പർ ഹീറോസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹീറോന്റെ ക്യാരക്ടറാണ്, ഒരു സബ്ജക്റ്റാണ് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായും ഓഡിയൻസിനെ ഇൻസ്പയർ ചെയ്യാൻ, കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാവരും ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു പോസിബിലിറ്റി ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് കേട്ട ഉടനെ ഐ വാസ് ലൈക്ക് ഇമ്മീഡിയറ്റ്ലി ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി എന്ന്. ഇപ്പൊ ഒരു സിനിമയില് ഒരു നായിക കഥാപാത്രം എന്നതിനപ്പുറത്തേക്ക് അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ച്, അല്ലെങ്കിൽ എനിക്കിതിൽ ചെയ്യാനൊരു എലമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിതിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സെലക്ഷൻ ആണോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കഥ കേൾക്കുമ്പോൾ? ഇപ്പോഴെന്നല്ല, തീർച്ചയായും പാർക്കായാലും നമുക്കൊരു സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പം ആ ക്യാരക്ടറിന് അതിൻ്റെതായ ഒരു സ്പേസ് വേണം. അല്ലാതെ ചുമ്മാ വന്നു പോകുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കരുതെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം RDX എന്ന് പറയുന്ന സിനിമ എനിക്ക് അങ്ങനെയുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി തന്നു. എനിക്ക് തോന്നുന്നു RDXന് മുന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് വേണ്ട, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് സ്പേസ് ഇല്ല, ഇതുകൊണ്ട് എനിക്കൊരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എന്റെ കരിയറിന് ഒരു ഗുണം ഇല്ല എന്നുള്ള ഒരു സ്പേസിലോട്ട് എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ വൈഡ് റേഞ്ചിൽ റിസപ്ഷൻ വന്നതിന് ശേഷമാണ് ആ ഒരു സ്പേസിലോട്ട് എനിക്ക് വരാൻ പറ്റിയത്. ഇപ്പൊ കമ്മിങ് ടു ജയ ഗണേഷ് ആണെങ്കിൽ ഗണേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സപ്പോർട്ട് സിസ്റ്റം ആണ് നിധി. അപ്പം എനിക്ക് അവിടെ ഒരു സ്പേസ് എനിക്ക് ഫീൽ ചെയ്തു, ഒരു എക്സിസ്റ്റൻസ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പൊതുവെ രഞ്ജിത്ത് സാറിന്റെ മൂവീസിലാണെങ്കിലും ഫീമെയിൽ ക്യാരക്ടേഴ്സിന് എല്ലാം അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവാറുണ്ട്. അപ്പം എനിക്ക് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാം. പിന്നെ വർക്ക് ചെയ്യുമ്പോഴായാലും നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു വർക്കിംഗ് സ്പേസ് എങ്ങനെയാണ്, ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നുള്ളത്. ഭയങ്കര സപ്പോർട്ടീവായ ടീമായിരുന്നു. ഉണ്ണിയായാലും ഹീസ് എക്സ്ട്രീംലി സപ്പോർട്ടീവ്. ഒരു നല്ല കാര്യം കണ്ട അത് നല്ല കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് എത്ര പേര് കാണിക്കും, എത്ര ഹീറോസ് കാണിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു അപ്രീസിയേഷൻ തന്ന് ആ ഒരു ബൂസ്റ്റപ്പ് ചെയ്ത് ചെയ്യുന്ന ഒരു ആംബിയൻസ് ആയിരുന്നു, ഒരു അപ്പിയറൻസ്, ഒരു സ്പേസ് ആയിരുന്നു എല്ലാവരുടെ അടുത്തും. ഐ thoroughly enjoyed.